ചെങ്കടൽ തീരമതിൽ തൻദാസൻ കേണതുപോ ചങ്കിനു നേരെ വരും വൻഭാരം നീങ്ങിപ്പോകും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 31 അധ്യായം 15 വാക്യം. ഗർഭത്തിൽ എന്നെ ഉരുവാക്കിയവനല്ലയോ അവനെയും ഉരുവാക്കിയത്, ഉദരത്തിൽ ഞങ്ങളെ നിർമ്മിച്ചത് ഒരുവനല്ലയോ എന്നുള്ള വചനമാണ്. സകല മനുഷ്യനെയും ഉണ്ടാക്കിയത് ദൈവമാണ് എന്നുള്ളതാണ്. ഭക്തൻ പറയുന്നത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിനു മുൻപ് അങ്ങ് എന്നെ കണ്ടിരുന്നു എന്ന് പറയുന്ന വാക്കുകളുണ്ട്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ ഉരുവാക്കിയത് നീ അല്ലയോ എന്ന് ചോദിക്കുന്ന വാക്കുകളുണ്ട്. ഈ ലോകത്ത് കാണുന്ന സകല മനുഷ്യനെയും ഉരുവാക്കിയത് അത്യുന്നതനായ ദൈവമാണെന്നും ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിനകത്ത് ഒരു ജീവൻ്റെ തുടിപ്പുണ്ടാകുന്നതും ഒരു മനുഷ്യൻ ഭൂമിയിൽ പിറക്കുന്നതിൻ്റെയും പിന്നിൽ ദൈവത്തിൻ്റെ കരമുണ്ട് എന്ന് ദൈവത്തിൽ വിശ്വാസമുള്ള സകല മനുഷ്യരും വിശ്വസിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 1 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പ്രവാചകൻ പറയുന്ന വാക്കുകൾ, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു എന്നുള്ള വാക്കുകളാണ്. ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒരു മനുഷ്യൻ ഉരുവാകുന്നത് ദൈവത്താലാണെന്നും അവൻ്റെ ജനനം മുതൽ ജീവിതത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലും ആ മനുഷ്യനായിരിക്കുന്നത് സൃഷ്ടിതാവും ഉടയവനുമായ ദൈവത്തിൻ്റെ കാരുണ്യത്താലാണെന്നും ഓർപ്പിക്കുമ്പോൾ തന്നെ ഒരു കാള തൻ്റെ ഉടയവനെയും കഴുത തന്നെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നതുപോലെ ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്ന മനുഷ്യൻ ദൈവത്തെ അറിയേണ്ടും വണ്ണം അറിയുവാൻ, അനുസരിക്കേണ്ടും വണ്ണം അനുസരിക്കുവാൻ, കീഴ്പ്പെടേണ്ടും വണ്ണം കീഴ്പ്പെടുവാൻ, ആരാധിക്കേണ്ടും വണ്ണം ആരാധിക്കുവാൻ മനസ്സില്ലാത്തവരായി അവർ കടന്നു പോകുന്നു എന്നുള്ള ആ വേദനാജനകമായ ഒരു സാഹചര്യമാണ് പ്രവാചകൻ തൻ്റെ പുസ്തകത്തിനുള്ളിൽ ഓർപ്പിച്ചിട്ടുള്ളത്. കഴുതയും കാളയുമൊക്കെ യജമാനനെയും പുൽത്തൊട്ടിയെയും അറിയുമ്പോൾ തന്നെ എൻ്റെ ജനം ഗ്രഹിക്കുന്നില്ല, അവർ പാപം ചെയ്ത് ദൈവത്തിങ്കൽ നിന്ന് വിദൂരങ്ങളിലേക്ക് ഓടി അകന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള സങ്കട വാക്കുകൾ ദൈവം ഈ വാക്യത്തിൽ ഓർപ്പിച്ചുണർത്തുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും സൃഷ്ടിതാവ് നമ്മെ ഉരുവാക്കിയത് ദൈവമാണെന്നും ആ ദൈവത്തോട് കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവരായി ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വപ്പെടുത്തുന്നവരും ദൈവത്തിന്
ആരാധന അർപ്പിക്കുന്നവരും ദൈവത്തെ ഭയപ്പെട്ട് പാപം വിട്ട് നീതിയോട് ജീവിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കുന്നവരുമായി തീരുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിന് സർവശക്തിയുള്ള ദൈവം എൻ്റെ കേൾവിക്കാരെ സഹായിക്കട്ടെ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സൃഷ്ടിതാവും ഞങ്ങളുടെ ഉടയവനുമായ ദൈവത്തോട് ചേർന്ന് വസിപ്പാൻ, അങ്ങേ ഭയപ്പെടുവാൻ, അങ്ങേ സ്നേഹിപ്പാൻ, അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവവചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.